നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. 100 ദിവസം മുൻപ് ഫെബ്രുവരി 28-നാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ചേർന്ന് ഇറാനെ ആക്രമിച്ചത്. ചരിത്രപരമായി അടിച്ചമർത്തപ്പെട്ട രാജ്യത്തിന് നേരെ 2 ലോകശക്തികളുടെ ആക്രമണം. തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നു, കീഴടങ്ങില്ലെന്നും. പക്ഷേ ആ പോരാട്ടത്തിന് 100 നാളിന്റെ പ്രതിരോധം പ്രതീക്ഷിച്ചിരുന്നില്ല ലോകം. ഇന്ന് ഇറാനാണ് ആധിപത്യം. സമവായത്തിന്, സമാധാനത്തിന് ഇറാൻ ഉപാധികൾ മുന്നോട്ട് വെക്കുകയാണ്. ലെബനൻ ആക്രമിച്ചാൽ ഒരു ചർച്ചയുമില്ല എന്ന സംശയമേതുമില്ലാതെ ഇറാൻ പ്രഖ്യാപിക്കുന്നു. അധികാരത്തിൽ വന്നാൽ എല്ലാ യുദ്ധവും അവസാനിപ്പിക്കുമെന്ന് 1000 തവണ പറഞ്ഞ ട്രംപിന് ഇന്ന് താൻ കുഴിച്ച കുഴിയിൽ നിന്ന് എങ്ങനെ ലോകത്തെ രക്ഷപ്പെടുത്തണമെന്ന് അറിയില്ല. ലോക സാമ്പത്തിക മേഖലയ്ക്കേറ്റ ഷോക്കാണ് പറഞ്ഞ് നമ്മുടെ വീട്ടുമുറ്റത്തെത്തി. നമ്മൾ അടിക്കുന്ന പെട്രോളിനും ഡീസലിനും, നമ്മളിടുന്ന സ്വർണത്തിനും വെള്ളിക്കും, നമ്മൾ ഉപയോഗിക്കുന്ന പാചകവാതകത്തിനും വില കൂടി. യുദ്ധം ബോംബിട്ടത് നമ്മുടെ വീടുകളിലാണ്, അടുക്കളകളിലാണ്. സൂപ്പർ പ്രൈം ടൈമിൽ ഇന്ന് അതിഥികളായി ധനകാര്യ വിദഗ്ധൻ എസ് ആദികേശവൻ, മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലും വിദേശകാര്യ വിദഗ്ധനുമായ ഡോക്ടർ പി ജെ വിൻസെന്റ്, കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മുൻ മേധാവിയും വിദേശകാര്യ വിദഗ്ധനുമായ ഡോക്ടർ ജോസഫ് ആന്റണി, ബിസിനസ് ജേർണലിസ്റ്റായ ഭാസ്കർ രാജ് എന്നിവരാണ്. താൻ തുടങ്ങിയത് അവസാനിപ്പിക്കാൻ കഴിയാതെ ഒരു ചുഴിയിൽ പെട്ടിരിക്കുകയാണോ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ കാണിച്ച വീഡിയോയും അതിനു മുൻപ് നമ്മൾ കേട്ട ശബ്ദവുമൊക്കെ ഒരു വളരെ കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറിൻ്റെ വാക്കുകളാണ് നമുക്കെല്ലാവർക്കും അറിയാം. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. ആ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നതിൻ്റെ കാരണം പോൾ കെനഡി എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ ചരിത്രകാരൻ ഈ റൈസ് ആൻഡ് ഫാൾ ഓഫ് ഗ്രേറ്റ് പവേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 1500 തൊട്ടുള്ള രാജ്യങ്ങളുടെ, എംപയറുകളുടെ തകർച്ചയെക്കുറിച്ചാണ്, ഉയർച്ചയും തകർച്ചയെക്കുറിച്ചാണ് അതിന് പറയുന്നത്. അതിനകത്ത് അദ്ദേഹം അവസാനം പറയുന്നത്, പിന്നെ സ്പെയിൻ്റെയും പിന്നെ ഹാബ്സ്ബർഗിൻ്റെയും ജർമ്മനിയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ തകർച്ച എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അമേരിക്കയും അത് കണക്ക് തകരുമെന്ന് പറയുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഈ ഫോർവർ വാഴ്സ്, നിരന്തരമായി മറ്റുള്ള രാജ്യങ്ങളിൽ പോയി യുദ്ധം ചെയ്യുന്നത്. മറ്റൊന്ന്, അവരുടെ ഇക്കണോമിക് പോളിസീസ്, അത് അവരുടെ ഇക്കണോമിക് അവസ്ഥ, ഇക്കണോമിക് കണ്ടീഷൻസ് മനസ്സിലാക്കാതെ അവർ പോയി യുദ്ധങ്ങളിൽ ചേരുന്നത് കൊണ്ടാണ് ഈ രാജ്യങ്ങൾ തകർന്നത്. അതുപോലെ തന്നെ അമേരിക്കയും തകരും എന്ന് പ്രഡിക്റ്റ് ചെയ്തു പോൾ കെനഡി. അത് തന്നെയാണ് സംഭവിച്ചത്. കാരണം അത് എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി വാസ്തവത്തിൽ ട്രംപ് മനസ്സിലാക്കിയത് കൊണ്ടാണ് 2024 ഇലക്ഷനിൽ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഈ ഫോർവർ വാഴ്സ് വേണ്ട, നിരന്തരമായ യുദ്ധങ്ങൾ വേണ്ട, നമുക്ക് അമേരിക്കയെ വീണ്ടും വി വാണ്ട് ടു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഗ്രേറ്റ്നസ് തീർന്നു, അതുകൊണ്ട് വീണ്ടും ആ ഗ്രേറ്റ്നസ്സിലേക്ക് നമുക്ക് അമേരിക്കയെ കൊണ്ടുവരണം. അതുകൊണ്ട് ഞാൻ ഇനി യാതൊരു വിധത്തിലുള്ള യുദ്ധങ്ങൾക്കും പോകില്ല, ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് അതിന് മുമ്പത്തെ തവണ അധികാരത്തിലിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നയങ്ങളെ എതിർത്ത ജനങ്ങൾ ഉൾപ്പെടെ, നമുക്കെല്ലാവർക്കും അറിയാം, സാധാരണഗതിയിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് ഇന്ത്യക്കാർ വോട്ട് ചെയ്യുന്നത്. ഇന്ത്യക്കാർ പിന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. പിന്നെ റിപ്പബ്ലിക്കൻസിന് പുറമെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആൾക്കാർ വോട്ട് ചെയ്തു, ലാറ്റിനോസ് വോട്ട് ചെയ്തു, ആഫ്രിക്കൻസ് വോട്ട് ചെയ്തു, അറബികൾ പോലും. അതായത് ഈ പിന്നെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ ബൈഡൻ എടുത്ത തീരുമാനത്തിനോട് വിയോജിപ്പുണ്ടായിരുന്ന അറബി വംശജർ പോലും പിന്നെ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഇദ്ദേഹം വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. അങ്ങനെ വിജയിച്ച് വളരെ പ്രതീക്ഷയോടുകൂടി നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഇനി മെച്ചപ്പെടും, നമ്മുടെ രാജ്യം ഇനി ഫോർവർ വാഴ്സിന് പോകില്ല എന്ന തരത്തിൽ വാഗ്ദാനം നൽകി വന്ന ട്രംപ് 2025 തന്നെ 7 രാജ്യങ്ങളെ ആക്രമിച്ചു. 2025 ജൂൺ മാസം ഇറാനെ ആക്രമിച്ചു. 12 ദിന യുദ്ധത്തിൽ അവസാനം പങ്കെടുത്തതുകൊണ്ടാണ്. അങ്ങനെ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞെന്താണ്? അദ്ദേഹം പറഞ്ഞു, വി ഹാവ് കംപ്ലീറ്റ്ലി ഓബ്ലിറ്ററേറ്റഡ് ദ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഓഫ് ഇറാൻ എന്ന് പറഞ്ഞു. ഈ ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി സമ്പൂർണ്ണമായും തുടച്ചു നീക്കിയെന്നാണ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പിന്നെ പീറ്റ് ഹെക്സത്ത് പറഞ്ഞു, ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞു, സേനാനായകൻ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നെന്തിനാ ഇപ്പോൾ ഈ ഫെബ്രുവരി മാസം 28-ാം തീയതി ഈ ഇറാനെ ആക്രമിക്കാൻ പോകുന്നുള്ള വേറെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ നമ്മൾക്ക് എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ട്രംപിൻ്റെ വാക്കുകളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ട്രംപ് ഇപ്പോൾ പറയുന്നത് മാറ്റി പറയും. അതായത് എന്താണോ അദ്ദേഹം ചെയ്യുന്നത് അത് കണ്ടിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ കഴിയൂ. ഇവിടെ അദ്ദേഹത്തിന് സംഭവിച്ചെന്താണ്? ഫോർവർ വാറിന് പോകില്ല എന്ന് പറഞ്ഞ
ട്രംപ് 2025 ഫെബ്രുവരി മാസം ഇറാനും അമേരിക്കയും തമ്മിൽ ഈ ന്യൂക്ലിയർ വിഷയത്തിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഒമാന്റെ വിദേശകാര്യമന്ത്രി ബദർ അൽബുസൈദി 26-ാം തീയതി ഈ ചർച്ചകൾക്ക് ശേഷം കൃത്യമായി പറഞ്ഞു, ഇറാൻ 3 കാര്യങ്ങളിൽ സമ്മതിച്ചിരിക്കുന്നു. ഒന്ന്, ഞങ്ങൾക്ക് ആണവായുധ പദ്ധതി ഇല്ല. മറ്റൊന്ന്, ഞങ്ങൾ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഞങ്ങൾ താഴേക്ക് കൊണ്ടുവരും. ഏറ്റവും പ്രധാനപ്പെട്ട 3, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടർമാരെ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്കായിട്ട് ഞങ്ങൾ വിളിക്കും, ഞങ്ങൾ അനുവദിക്കും. ഈ 3 കാര്യങ്ങൾ ഉടൻ തന്നെ മാർക്കോ റൂബിയോ എന്ന് പറയുന്ന അമേരിക്കയുടെ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി അദ്ദേഹം അറിയിച്ചു. എന്ന് മാത്രമല്ല 27-ാം തീയതി പത്രങ്ങളിലൂടെ ലോകത്തോടായിട്ട് വിളിച്ചു പറഞ്ഞു. ഇത്രയും കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ആ സമയത്ത് ഹോർമുസ് കടലിടുക്ക് തുറന്നു കിടക്കുകയാണ്, അവിടെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇത് ഇത്രയും നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹം നമുക്കറിയാം, ഇറാൻ അമേരിക്ക ആക്രമിച്ചില്ല, ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ഇറാനെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് എല്ലാ ഇന്റർനാഷണൽ ലോയെയും കാറ്റ് പറത്തിക്കൊണ്ട് ആക്രമിച്ചത്. അങ്ങനെ ആക്രമിച്ചപ്പോൾ അവർ വിചാരിച്ചെന്താണ്, 4 ആഴ്ച കൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ നിലംപരിശാക്കി അവിടുത്തെ ഭരണകൂടത്തെ ഇല്ലാതാക്കി ഞങ്ങളുടെ പാവ ഭരണകൂടത്തെ ഞങ്ങൾ പ്രതിഷ്ഠിക്കും. ഇപ്പൊ 4 മാസം കഴിഞ്ഞു, 4ാമത്തെ മാസത്തിലേക്ക് നമ്മൾ യുദ്ധം പ്രവേശിച്ചു. 4 ആഴ്ച കൊണ്ട് എല്ലാം പരിഹരിക്കുമെന്ന് പറഞ്ഞ ട്രംപ്, അതിൽ നിന്നും വിജയം നേടാമെന്ന് വിചാരിച്ചിരുന്ന ട്രംപ് 4ാമത്തെ മാസത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെ ഈ പുറത്ത് കടക്കണം എന്നറിയാൻ വയ്യാതെ നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്കയും ഇസ്രായേലും സൈനികമായ യുദ്ധം ആരംഭിച്ചു. ഇറാൻ തിരിച്ച് സാമ്പത്തികമായ യുദ്ധം, ഈ ഹോർമുസ് കടലിൽ അടച്ചുകൊണ്ട് സാമ്പത്തികമായ യുദ്ധം തുറന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ജിയോ പൊളിറ്റിക്സിനേക്കാൾ പ്രധാനം ജിയോ ഇക്കണോമിക്സ് ആണ്. ആ ദേശം സാറിനൊക്കെ അത് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ സാമ്പത്തികമായ ആയുധം ലോകത്തിനെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് ഇറാന് വഴിവെച്ചു കൊടുത്തത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനികമായ ആക്രമണമാണ്. ആ രാജ്യത്തെ സംബന്ധിച്ച് വേറൊരു മാർഗവുമില്ല. അതുകൊണ്ടാണ് അവരതിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്കൻ പൗരന്മാരുൾപ്പെടെ, അമേരിക്കയിൽ $1.5 ഒരു ഗാലൻ ഗ്യാസോലിൻ കിട്ടിയ സ്ഥലത്ത് ഇപ്പോൾ $5 ചെലവഴിക്കേണ്ടി വരുന്നു. അമേരിക്കക്കാരുടെ വരുമാനം വർദ്ധിക്കുന്നില്ല, ജീവിത ചെലവ് ഭീകരമായി വർദ്ധിക്കുന്നു. അതുകൊണ്ട് ട്രംപിനെതിരായിട്ടുള്ള അതിശക്തമായ ജനരോഷം അമേരിക്കയിൽ വർദ്ധിക്കുന്നുണ്ട്. നവംബർ മാസം മിഡ് ടേം ഇലക്ഷൻ നടക്കാൻ പോകുന്നു. നവംബർ മാസം മിഡ് ടേം ഇലക്ഷനിൽ തീർച്ചയായിട്ടും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിനും സെനറ്റിലും ഈ ഡെമോക്രാറ്റിക് പാർട്ടികൾക്ക് ഭൂരിപക്ഷം കിട്ടും. അങ്ങനെ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷമുള്ള 2 വർഷം അമേരിക്കൻ പ്രസിഡന്റ്, ലെയിം ഡക്ക് പ്രസിഡന്റ്, അതായത് വലിയ അധികാരങ്ങളൊന്നും ഇല്ലാതെ പ്രയോഗിക്കാൻ കഴിയാത്തുള്ള പ്രസിഡന്റായിട്ട് മാറും. എന്ന് മാത്രമല്ല, ഡെമോക്രാറ്റിക് പാർട്ടികൾക്ക് വൻപിച്ച ഭൂരിപക്ഷം കിട്ടിയാൽ ഇദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ വരെ തുടങ്ങും. അപ്പോൾ ആ തരത്തിൽ വളരെയധികം സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രതിസന്ധി ട്രംപ് നേരിടുന്നതോടൊപ്പം അമേരിക്കയും ലോകത്തെയും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഇനി എങ്ങനെ കരകയറും എന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയ ഒരു യുദ്ധം ഇറാനും ഇസ്രായേലും നമ്മൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ഭാഗ്യത്തിന് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് തൽക്കാലത്തേക്ക് യുദ്ധം നിർത്തി വെച്ചിട്ടുണ്ട് എന്നാണ്. അത് വർദ്ധിക്കാതെ എത്രയും പെട്ടെന്ന് ശാശ്വത സമാധാനത്തിലേക്ക് ഇത് കൊണ്ടുപോയാൽ ലോകത്തിനും അമേരിക്കയ്ക്കും നല്ലത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ എസ് ആദികേശവൻ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ അടുക്കളകളെയൊക്കെ എങ്ങനെ ഈ യുദ്ധം ബാധിച്ചു എന്ന് ഓരോരുത്തരും തിരിച്ചറിയുന്ന നിമിഷമാണിത്. ഇന്നിപ്പോൾ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് ലോകം പോവുകയാണ്. വീണ്ടും ആ സമാധാന ഉടമ്പടിയൊക്കെ തകർന്നു എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യൻ വിപണിയിൽ വലിയ മുറിവേറ്റിട്ടുണ്ട്. ഇന്ന് സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ന് വിപണി തുടങ്ങിയത് തന്നെ 5 ലക്ഷം കോടിയുടെ നഷ്ടത്തിലാണ്. അപ്പോൾ നമ്മളെ നേരിട്ട്, നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുകയാണ് ഈ യുദ്ധം. നമ്മുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുകയാണ്. ആര്യ, വളരെ സന്തോഷം ഈ ചർച്ചയിൽ വിളിച്ചതിന്. നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ ജോസഫ് ആൻ്റണി വളരെ നന്നായിട്ട് ഈ ജിയോ പൊളിറ്റിക്കൽ ഒരു പിക്ചർ ഉണ്ടല്ലോ, ആ ചിത്രം വളരെ നന്നായിട്ട് വരച്ച് കാണിച്ചു. അപ്പോൾ അവിടുന്ന് നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തിക മേഖലയിലേക്ക് വന്നാൽ ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള ക്യാമ്പയിൻ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, അതിൽ പരോക്ഷമായിട്ടുള്ള ഒരു അർത്ഥം, ആ ഗ്രേറ്റ്നെസ് 20-30 വർഷം മുമ്പുണ്ടായിരുന്ന അമേരിക്കയുടെ മഹത്വം, ഗ്രേറ്റ്നെസ്, ഇൻഫ്ലുവൻസ്, സ്വാധീനം എല്ലാം കുറഞ്ഞിരിക്കുന്നു എന്ന് അമേരിക്കക്കാർ തന്നെ, അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ അംഗീകരിച്ചു. ആ ഒരു മുദ്രാവാക്യത്തിൻ്റെ പുറത്താണ് ട്രംപ് അധികാരത്തിൽ വന്നത്. എന്തായാലും സാമ്പത്തികമല്ല. പക്ഷേ ആര്യ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗ്രേറ്റ് ബ്രിട്ടൻ എന്നാണല്ലോ, യുണൈറ്റഡ് കിങ്ഡത്തിനെ കുറിച്ച് ഗ്രേറ്റ് ബ്രിട്ടൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഈ പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നത് ആ ബ്രെക്സിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ
ഈ ഗ്രേറ്റ് ബ്രിട്ടൻ ഗ്രേറ്റ് അല്ല എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ബ്രിട്ടൻ്റെ മഹത്വം പോയി. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സാമ്പത്തികമായി നമ്മൾ തുടങ്ങേണ്ടുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് വളരെ കാതലായ ഒരു കാര്യം, ഈ അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക ശക്തിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതായത് അതിൻ്റെ എന്താണ് ഈ ഗുരുത്വാകർഷണ കേന്ദ്രം എന്നൊക്കെ പറയും, ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും പൗരസ്ത്യ രാജ്യങ്ങളിലേക്ക്, ചൈന, ഇന്ത്യ, ജപ്പാൻ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എല്ലാം കൂടിയിട്ടുള്ള ഏഷ്യയിലേക്ക് മാറി വരുന്നു എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. അതിലെ പ്രധാനപ്പെട്ട കാരണം ഓഫ് കോഴ്സ് നമ്മൾ കൺസീഡ് ചെയ്യേണ്ടി വരും. നമ്മളുമായിട്ട് നല്ല ഒരു ബന്ധം എന്ന് പറയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ പോലും നമ്മുടെ നെയ്ബറായ ചൈന വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്ന് ഒരു പക്ഷേ അമേരിക്കയെ പോലും സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക ശക്തിയായി ചൈന വളർന്നു കഴിഞ്ഞു. ഓഫ് കോഴ്സ് US എത്രയോ മടങ്ങല്ല, ഒരു 6-7 ട്രില്യൺ ഡോളേഴ്സ് ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നും സാമ്പത്തിക ആ GDPയുടെ അടിസ്ഥാനത്തിൽ മുന്നിലാണ്, അത് അംഗീകരിക്കുന്നു. ഇനി ഇതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് പഠിച്ചാൽ അല്ലെങ്കിൽ വന്നാൽ, ആര്യ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊക്കെ നേരത്തെ മനസ്സിലാക്കിയതുപോലെ തന്നെ ഈ സമീപകാലത്തൊന്നും ഇത്രയും സമ്മർദ്ദവും ഇത്രയും ആശങ്കയും ഇത്രയും പ്രത്യാഘാതവും നേരിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു സംഭവ വികാസം ഉണ്ടായിട്ടില്ല. കോവിഡിൻ്റെ കാലത്ത് വേറെ ഒരു സാഹചര്യമായിരുന്നല്ലോ. യുദ്ധം മൂലം ഇവൻ ഉക്രൈൻ, റഷ്യ, അതും എണ്ണയുടെ വിലയെ സ്വാധീനിച്ചു. പക്ഷേ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള എല്ലാ കോൺഫ്ലിക്ട്സും അതിനൊന്നും സമാനം അല്ലാത്ത രീതിയിലാണ് ലോകം ഒരു സാമ്പത്തിക പ്രശ്നത്തെ ഈ യുദ്ധം കാരണം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും അതിൽ ഉൾപ്പെട്ട ഒരു രാജ്യമാണ്. കാരണം നമ്മുടെ കയ്യിൽ എണ്ണയില്ല, ക്രൂഡ് ഓയിലില്ല. നമ്മുടെ ഉപഭോഗത്തിന് വേണ്ടിയിട്ടുള്ള 80-90% എണ്ണ പുറത്തുനിന്ന് വരണം. എണ്ണയുടെ വില കണ്ടമാനം കൂടുന്നു. മറ്റുള്ള കമോഡിറ്റീസിൻ്റെയൊക്കെ എന്താണ് വരവ് പോക്ക്, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൻ്റെ കൺട്രോൾ ഇറാൻ്റെ കയ്യിലായി. അനുബന്ധമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിലും അതൊരു കൗതുകകരമായ രസകരമായ കാര്യം കൊണ്ട് വീണ്ടും നമുക്ക് പറയാം. അതായത് ട്രംപ് ഇപ്പോൾ അമേരിക്ക ട്രൈ ചെയ്യുന്നത് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിനെ എങ്ങനെയെങ്കിലും പൂർണ്ണമായിട്ടും തുറന്നു കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ തുറന്നിരുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിനെ ഈ യുദ്ധം മൂലം അടപ്പിച്ചു. ഇപ്പോൾ അടപ്പിച്ച രാജ്യങ്ങൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് തുറന്നു കിട്ടിയാൽ മതി എന്നുള്ള പൊസിഷനിലായി. അവിടെ കിട്ടെ. ഇനി ഇന്ത്യയുടെ കാര്യം എടുത്താൽ പ്രശ്നങ്ങളുണ്ട് തീർച്ചയായിട്ടും. ആര്യ ഇപ്രാവശ്യം അതായത് 26-27 വർഷത്തിലെ ഫിനാൻഷ്യൽ ഇയറിലെ ഗ്രോത്ത് വളർച്ചാ നിരക്ക്, നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് അതെല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കും. എന്തായാലും 25-26 കുറവായിരിക്കും. 25-26 ഏകദേശം ഒരു 7-7.5%. ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ 7, 7.5, 8 എന്നുള്ളതൊക്കെ നമ്മൾ തലനാരിഴ കയറി പരിശോധിക്കേണ്ട അല്ലെങ്കിൽ ഓർക്കേണ്ട ആവശ്യമില്ല. എന്നതെന്ന് വെച്ചാൽ നമ്മുടെ സമ്പദ്ഘടനയുടെ GDP, നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ പ്രക്രിയയിൽ പ്രധാനപ്പെട്ട പ്രശ്നം ഇന്നും 40-45% ഇക്കണോമിക് ആക്ടിവിറ്റി അസംഘടിത മേഖലയിലാണ്. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തെ തട്ടുകടയിലുള്ള കച്ചവടം എടുക്കൂ, ബില്ലില്ലാതെ നല്ല കച്ചവടം ചെയ്യുന്ന എത്രയോ തട്ടുകടകളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനത്തെ ഇൻഫോർമൽ സെക്ടർ ബില്ലില്ലാതെയും, പക്ഷേ അതേസമയം ഇപ്പോൾ സലൂണിൻ്റെ കാര്യമുണ്ട്. മുടിവെട്ടാൻ പോകുന്ന സലൂൺ, എനിക്ക് തോന്നുന്നത് എക്സെപ്റ്റ് ഈ വലിയ ഹൈ റേറ്റുള്ള വല്ല സലൂണിലൊന്നും പോയിട്ടില്ലെങ്കിൽ സാധാരണ ആണുങ്ങളെല്ലാം പോകുന്നത് ഒരു മീഡിയം, അവിടെയൊന്നും ബില്ലില്ല, പൈസ. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന ഇൻഫോർമൽ മേഖലയുടെ തോത് ഇന്ത്യയിൽ 40-45%. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് GDPയുടെ വളർച്ചാ നിരക്ക് 7 7.5 ശരിക്കും ഓർക്കേണ്ട കാര്യം പോലും ഇല്ല. പക്ഷേ ഇന്നും ഇന്ത്യ വലിയ സാമ്പത്തിക രാജ്യങ്ങളുടെ ഇടയ്ക്ക് ഹയസ്റ്റ് ഗ്രോത്ത് ഉള്ള രാജ്യമാണ്. നിസ്സംശയം പറയാൻ സാധിക്കും. 7% വളർച്ചാ നിരക്കുള്ള ഇന്ത്യ. ചൈന നമ്മളെക്കാളും വലുതാണ്, പക്ഷെ വളർച്ചാ നിരക്ക് 4.5%. അമേരിക്ക 2.5%. ജപ്പാൻ വലിയ സാമ്പത്തിക സാമ്പത്തിക ശക്തിയാണ്, വളർച്ചാ നിരക്ക് 1% താഴെ. ജർമ്മനി, യൂറോ റീജിയനിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യമായ ജർമ്മനിയും 1% താഴെയാണ്. അപ്പോൾ
പറഞ്ഞു വന്നത് നമ്മുടെ സമ്പദ്ഘടനയുടെ വളർച്ചയുടെ തോത് എഫക്റ്റ് ചെയ്യപ്പെടും. നമ്മുടെ ആൾക്കാർക്ക് നേരിട്ട് പെട്രോളിൻ്റെ വില കൂടി ഏകദേശം 8 അല്ലെങ്കിൽ ഒരു 9% ഓൾറെഡി കൂടി. ഗ്യാസിൻ്റെ വില ഗാർഹിക ഉപയോഗത്തിനടക്കം കമേഴ്ഷ്യൽ ഗ്യാസിൻ്റെ വില കണ്ടമാനം കൂടിയിട്ടുണ്ട്. എത്രയോ ചെറിയ ഹോട്ടലുകൾ ഒന്നുകിൽ വിഭവങ്ങൾ കുറയ്ക്കുന്നു, നമുക്കറിയാവുന്ന നേരിട്ടറിയാവുന്ന, അല്ലെങ്കിൽ അടച്ചു പൂട്ടുന്നു. കുറച്ചു പേർക്കെങ്കിലും ജോലി നഷ്ടവും കൂടി ഇതുമൂലം ഉണ്ടാകുന്നു. അപ്പോൾ ഒരു സാമ്പത്തികമായി പറഞ്ഞാൽ പ്രഷറിൽ തന്നെയാണ്, സമ്മർദ്ദത്തിൽ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്നത്, ഇതുപോലെയുള്ള സമാനമായ പ്രശ്നങ്ങൾ വന്നപ്പോൾ കോവിഡിൻ്റെ സമയത്ത്, അതിനു മുമ്പ് 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ സമയത്ത്, 1997 സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ, അതായത് സിംഗപ്പൂർ, തായ്ലൻഡ്, കംബോഡിയ, മലേഷ്യ, ഇന്തോനേഷ്യ രാജ്യങ്ങളൊക്കെ കറൻസികൾ കൂപ്പുകുത്തി വലിയൊരു പ്രശ്നം വന്നപ്പോഴും അതിനെ നമ്മൾ തരണം ചെയ്തു. പോഖ്രാൻ ആറ്റം ബോംബ്, അതായത് അറ്റോമിക് എക്സ്പ്ലോഷൻ നടത്തിയപ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നമ്മളെ സാങ്ഷൻസിൽ പെടുത്തി, ഇന്ത്യയുമായിട്ട് ഡീലിങ്സ് ഇല്ല എന്ന് പറഞ്ഞ് ആ സമയത്ത് പോലും നമ്മൾ അതിനെ ഓവർകം ചെയ്തു, നമ്മുടെ രാജ്യം തരണം ചെയ്തു. അതുകൊണ്ട് നിസ്സംശയം എനിക്ക് ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിലും ഗവൺമെൻറ് ഇതുവരെ എടുത്തിട്ടുള്ള നടപടികളുടെ അടിസ്ഥാനത്തിലും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിലും സമ്മർദ്ദമുണ്ടെങ്കിലും സാധാരണക്കാർക്ക് കുറേയധികം കഷ്ടപ്പാട്, എണ്ണയുടെ വില, കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഭക്ഷ്യസുരക്ഷ നമുക്കുണ്ട്. പരിപ്പ്, അരി, ഗോതമ്പ്, ഈ വസ്തു എസെൻഷ്യലായിട്ട് അരിയും ഗോതമ്പും ഇല്ലെങ്കിൽ നമുക്ക് അടുപ്പ് കൂട്ടി ആഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. ഈ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ഇൻക്ലൂഡിങ് ടൊമാറ്റോ, ഓണിയൻ, പൊട്ടറ്റോ, ഇതിനൊന്നും കാര്യമായിട്ടുള്ള ഒരു വിലക്കയറ്റം ഇതുവരെ വന്നിട്ടില്ല. ആ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാനുള്ള കരുതൽ ശേഖരം നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി ഗോതമ്പും അരിയും എത്ര മടങ്ങാണോ ശരിക്കും വേണ്ടത്, അതിൻ്റെ 3 മടങ്ങ് റിസർവായിട്ട് നമ്മുടെ രാജ്യത്തിലുണ്ട്. അതുകൊണ്ട് ഇനിയൊരു 6 മാസത്തേക്കെങ്കിലും വലിയ ആഘാതമൊന്നും ഇല്ലാതെ, വലിയ ഒരു പെയിൻ ഇല്ലാതെ, വേദനയില്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കേൾപ്പ് നമ്മുടെ സമ്പദ്ഘടനയ്ക്കുണ്ട്. ബാക്കിയുള്ള തീരുമാനങ്ങളെ കുറിച്ചുള്ള ഒപ്പീനിയൻ അടുത്ത റൗണ്ടിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു. ശരി, ഡോക്ടർ പി ജെ വിൻസെന്റ്, ഇപ്പം നമ്മൾ ഈ മൊത്തം സിനാരിയോ നോക്കുകയാണെങ്കിൽ ശത്രുവിനെ തോൽപ്പിക്കാനും കഴിയുന്നില്ല, പക്ഷേ ഏറ്റവും അടുത്ത സുഹൃത്തിനെ പറഞ്ഞു മനസ്സിലാക്കാനും കഴിയാത്ത ഗതികേടിൽ അമേരിക്ക എത്തി നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം രാജ്യാന്തര മാധ്യമങ്ങളൊക്കെ ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനെ വിളിച്ച് സംസാരിച്ച ഒരു സംഭാഷണ ശകലം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിലെ ചില ഭാഗങ്ങളൊന്നും നമുക്കിവിടെ ഈ ചർച്ചയിൽ, ഈ ഫ്ലോറിൽ പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഭാഷയാണ് അവിടെ ട്രംപ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, നോക്കൂ, മാർച്ച് 6 ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ഇറാനുമായി ഒരു ചർച്ചയും ഒരു കരാറുമില്ല, നിരുപാധികം ഇറാൻ കീഴടങ്ങണമെന്നാണ് മാർച്ച് 6 ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ജൂൺ 8 പറയുന്നത് എന്താണ്? ഇസ്രയേലിന് മുന്നിൽ ഒരു ചോയ്സും ഇല്ല, ഇറാനുമായി ഒരു കരാറിലേക്ക് ഇസ്രയേൽ എത്തണമെന്ന്. എന്തായിരിക്കും ഈ കോൺട്രഡിക്ഷന്റെ കാരണം? അല്ല, അമേരിക്കൻ സാമ്രാജ്യത്വം എന്നുള്ള വാക്ക് തന്നെ നമ്മൾ കൃത്യമായി ഉപയോഗിക്കണം. അതാണ് അതിൻ്റെ ശരി. അത് 1990 മുതൽ 91 ആരംഭിച്ച് 2008 അവരുടെ സാമ്പത്തികമായ സമ്പൂർണ്ണ ആധിപത്യവും ഒരുപക്ഷെ സൈനികമായ ആധിപത്യവും അവസാനിച്ചു. 2008 റഷ്യ അതിൻ്റെ വിശ്വരൂപം കാണിച്ച് തിരിച്ചു വരികയും ജോർജിയയിൽ ആക്രമണം നടത്തുകയും ചെയ്യുന്നത്. അതോടുകൂടി റഷ്യ സൈനികമായി ശാക്തീകരിക്കപ്പെട്ട് ലോകരാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നു. 2008 ദീർഘമാന്ദ്യം ആരംഭിച്ചതോടുകൂടി അമേരിക്കയുടെ സാമ്പത്തിക ഏകധ്രുവ ലോകം എന്നുള്ള സങ്കല്പവും അതുപോലെ ലോകത്തിലുള്ള സാമ്പത്തിക പ്രക്രിയ മുഴുവനും നിയന്ത്രിക്കുന്ന രാജ്യം എന്ന നിലയിലുള്ള അതിൻ്റെ സ്ഥാനവും നഷ്ടപ്പെട്ടു. ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇറാനുമായിട്ടുള്ള സംഘർഷത്തിൽ ബരാക് ഒബാമ 5 രാജ്യങ്ങളെ ചേർത്ത് P5+1 യുണൈറ്റഡ് നേഷൻസിലെ സ്ഥിരാംഗങ്ങളെയും ജർമ്മനിയെയും ചേർത്തിട്ട് പെർമനൻ്റ് 5+1 കരാറുണ്ടാക്കുന്നത്. കാരണം ഒരു അമേരിക്കയ്ക്ക് മാത്രമായി ഒരു സംഘർഷ മേഖലയിൽ ഇടപെടുവാനോ അത് പൂർണ്ണമായി പരിഹരിക്കുവാനോ കഴിയാത്ത വിധം ലോകം മാറി. അതോടൊപ്പം 2001 വേൾഡ് ട്രേഡ് ആക്രമണത്തോടു കൂടി തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വാർഫെയർ, ടെററിസ്റ്റ് മോഡ് ഓഫ് വാർഫെയർ, അത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സാണ് അതവിടെ പ്രവർത്തിക്കുന്നത്. അത് പൂർണ്ണമായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വാർഫെയറിലൂടെ അവരെ നിയന്ത്രിക്കുവാനോ എലിമിനേറ്റ് ചെയ്യാനോ പോലും കഴിയില്ല.
അത് തെളിയിക്കപ്പെട്ടു. 2001 താലിബാനെ പുറത്താക്കി അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ പ്രവേശിച്ചുവെങ്കിൽ ആ താലിബാന് തന്നെ അധികാരം കൈമാറിയിട്ടാണ് 20 വർഷങ്ങൾക്ക് ശേഷം 2021 അവിടുന്ന് പിന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മൾ ഗൾഫ് മേഖലയിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ആംഗ്ലോ ഇസ്രായേലി അച്ചുതണ്ടാണ് അവിടെ യുദ്ധം നടത്തുന്നത്. ലോകത്തിൻ്റെ സ്ഥിതി അങ്ങനെ ആയിരുന്നില്ല. ശീതയുദ്ധാനന്തര ലോകത്തിലെ സംഘർഷങ്ങളിൽ നാറ്റോ ആയിരുന്നു പ്രമുഖ സൈനിക സഖ്യമായി പ്രവർത്തിച്ചത്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ മെർസ്, അതായത് ജർമ്മൻ ചാൻസലറാണ് ആദ്യം പറഞ്ഞത് ട്രംപ് യുദ്ധം തുടങ്ങിയത് നാറ്റോയുമായി ആലോചിച്ചിട്ടല്ല. 2, ട്രംപിന് ഒരു എക്സിറ്റ് പ്ലാൻ ഇല്ല. ഇത് വളരെ ശരിയായ നിരീക്ഷണമായിരുന്നു. ഇന്ന് ട്രംപിൻ്റെ കൂടെ നാറ്റോ സൈനിക ശക്തി ഇല്ല. നാറ്റോ രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. ആകെയുള്ളത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന അച്ചുതണ്ടാണ്. അവിടെ തന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ബന്ധത്തിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള സംഘർഷം നമുക്കറിയാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ യുദ്ധം തുടങ്ങിയതോടുകൂടി വെസ്റ്റേൺ ബ്ലോക്ക് എന്നുള്ള ആ ഒരു സൈനിക സഖ്യവും ഒരു സംസ്കൃതിയിൽ ഒന്നിക്കപ്പെട്ട ജനത എന്നുള്ള ഐക്യപ്പെടലുമൊക്കെ പൂർണ്ണമായി തകർന്നിരിക്കുന്നു. അതായത് ട്രംപിസത്തിൻ്റെ അപഹാരത്തിൽ ട്രംപ് തന്നെ അമേരിക്കൻ രാഷ്ട്രീയത്തിനകത്ത് തകരുകയും അപ്രസക്തമാകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊരു ഭാഗത്ത് നടക്കുമ്പോൾ ഇറാനിൽ ഈ ഗൾഫ് സംഘർഷത്തിൽ ഇത് അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയോ മാത്രം പ്രശ്നം എന്ന നിലയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത് യഥാർത്ഥത്തിൽ 1991 ഗൾഫ് യുദ്ധത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് കാണുന്ന സംഘർഷം. അത് ആ മേഖലയിലെ ശക്തമായ ഒരു സൈനിക ശക്തിയായിട്ടുള്ള ഇറാഖിന് കുവൈറ്റിനെ വളരെ പെട്ടെന്ന് കീഴടക്കി തകർക്കാൻ സാധിച്ചു. ഇത് ഒരു വലിയ സെക്യൂരിറ്റി പ്രോബ്ലം GCC രാജ്യങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ സ്ട്രൈക്കിംഗ് പവർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ രാജ്യം മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേലാണ്, 2ാം സ്ഥാനത്ത് ഇറാനാണ്, ഒരുപക്ഷെ 3ാം സ്ഥാനത്ത് സൗദി അറേബ്യ ആയിരിക്കും. ഏറ്റവും അധികം ആയുധം വാങ്ങിക്കൂട്ടുന്ന രാജ്യവും സൗദി അറേബ്യയാണ്. പക്ഷേ സൗദി അറേബ്യയ്ക്ക് ഇൻഡിജിനിയസ് ആയിട്ടുള്ള ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ഇല്ല. അവരുടെ സൈന്യമൊക്കെ യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ പരിശീലനത്തിൽ നിൽക്കുന്ന ഒരു സൈന്യമാണ്. അവർക്ക് ഈ യുദ്ധത്തിൽ നിരന്തരം പങ്കെടുത്ത അനുഭവമുള്ള ഇറാൻ്റെയോ അല്ലെങ്കിൽ ഇറാഖിൻ്റെയോ സൈന്യത്തോടുകൂടി ഏറ്റുമുട്ടാൻ പറ്റില്ല. സദാം ഹുസൈൻ തകർന്നതോടുകൂടി ഇറാഖ് സൈനികമായി തകർക്കപ്പെട്ടു. ആ സ്ഥാനത്തേക്കാണ് ഇറാൻ കടന്നു വരുന്നത്. ഇറാൻ ഒരു അതിശക്തമായ സൈനിക ശക്തിയാണ്. ഇറാൻ്റെ സൈനിക ശക്തി ഈ ഗൾഫിലെ മറ്റ് രാജ്യങ്ങൾ, എസ്പെഷ്യലി GCC രാജ്യങ്ങളുടെ മേലെ ഒരു ഡെമോക്ലസിൻ്റെ വാള് പോലെ എപ്പോഴും നിൽക്കുന്നുണ്ട്. അമേരിക്ക ഇസ്രായേൽ സഖ്യം അവിടെ ഇടപെട്ടാലും ഇല്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഒരു സംഘർഷത്തിൽ ഇറാൻ ഈ രാജ്യങ്ങളെ ഏതിനെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രതിരോധമില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഈ സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഇസ്രായേലും അമേരിക്കയൊക്കെ മുന്നോട്ട് വെച്ച ഈ അബ്രഹാമിക് അക്കോർഡിലടക്കം അംഗമായി ചേരാൻ ഈ രാജ്യങ്ങൾ നിർബന്ധിതമായിരുന്നത്. ഈ ഒരു സംഘർഷാത്മകമായ സാഹചര്യം തന്നെയാണ് സൗദി അറേബ്യയ്ക്ക് പാകിസ്ഥാനുമായി ഒരു സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്നതിലേക്ക് നയിച്ചത്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ, അത് GCC രാജ്യങ്ങൾ സാമ്പത്തികമായി അതിശക്തമാണ്. പക്ഷേ അവർ ഇറാൻ്റെ ഒരു ആക്രമണത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മാത്രവുമല്ല, ഹോർമൂസ് കടലിടുക്ക് ഏതു നിമിഷവും എപ്പോൾ വേണമെങ്കിലും ഇറാന് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ളത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും സുനിശ്ചിതമായ കാര്യമാണ്. അത് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പും ഇറാൻ്റെ ഈ ശക്തിയെ സംബന്ധിച്ചുള്ള ധാരണ ഇസ്രായേലിനുമുണ്ട്, ഗൾഫ് രാജ്യങ്ങൾക്കുമുണ്ട്, അമേരിക്കയ്ക്കുമുണ്ട്. അത് ഒരു സംഘർഷം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ കൂടുതൽ ശാക്തീകരിക്കപ്പെട്ട ഇറാൻ ഒരുപക്ഷെ ഹോർമൂസ് കടലിടുക്കിനെ നിയന്ത്രിച്ചേക്കാം എന്നുള്ള സാഹചര്യമുണ്ടായിരുന്നു. ഇതൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഭീതിയാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും അധികം ആയുധങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുകയും ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെയും കൂട്ടത്തിൽ പ്രഥമ സ്ഥാനത്ത് സൗദി അറേബ്യ വരാനുള്ള കാരണം അതാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ആ രാജ്യങ്ങൾക്ക് സമ്പൂർണ്ണമായ സുരക്ഷിതത്വം കിട്ടാൻ സാധിക്കില്ല. ഇവിടേക്കാണ് അമേരിക്ക പടിപടിയായി പിൻവാങ്ങിയാൽ ആര് അവർക്ക് സൈനിക കുട നൽകും എന്നുള്ളതാണ്. അവിടെയാണ് ഈ അബ്രഹാമിക് കരാറിലൂടെ ഇസ്രായേലുമായി ഉണ്ടാക്കുന്ന ഈ സൈനിക സഖ്യത്തിലൂടെ ഈ രാജ്യങ്ങൾക്ക് സുരക്ഷിതത്വം പ്രദാനം ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ ഈ ഇറാൻ്റെ തകർച്ച ആംഗ്ലോ അമേരിക്കൻ അച്ചുതണ്ടിന് മാത്രമല്ല ഗൾഫ് രാജ്യങ്ങൾക്ക് കൂടി ഒരു പക്ഷേ താല്പര്യമുള്ള കാര്യമായിരുന്നു. അതോടൊപ്പം ഒക്ടോബർ 7 2023 ഉണ്ടായിട്ടുള്ള ആക്രമണം,
അത് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് ഇറാൻ മുന്നോട്ട് വെച്ചൊരു യുദ്ധമാണ്. ഹമാസ് മാത്രം നടത്തിയിട്ടുള്ള ഒരു ആക്രമണമല്ല. ഹമാസ് ഒരു പ്രതിരോധ പ്രസ്ഥാനമാണ്, ഫലസ്തീനിയൻ വിമോചന പ്രസ്ഥാനത്തിൻ്റെ ഗണത്തിൽ പെടുത്തേണ്ടുന്ന ഒന്നാണ്. പക്ഷേ ഹമാസിന് അങ്ങനെ ഒരു ആക്രമണം നടത്താൻ സാധിച്ചത് ഇറാൻ്റെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ്. മാത്രവുമല്ല, തുടർന്ന് ഗസ യുദ്ധം ആരംഭിച്ചപ്പോൾ ഇറാൻ നേരിട്ടിടപെട്ടില്ലെങ്കിലും ഹിസ്ബുള്ളയും അതുപോലെ ഹൂത്തികളും ഇറാഖിലുള്ള റെസിസ്റ്റൻസ് ഫ്രണ്ട് അടക്കമുള്ള ഇറാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രോക്സികൾ പൂർണ്ണമായി ഇസ്രായേലിനെതിരായിട്ട് അണിനിരക്കുകയും ചെയ്തു. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഒക്ടോബർ 7, 2023 ഒരു ഇറാൻ്റെ ഉൽപ്പന്നമാണ്. അതാണ് അതിലെ ലളിതമായ സമവാക്യം. ഇന്ത്യയിലേക്ക് ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിർത്തി കടന്ന് ബോംബ് ചെയ്യുന്നതിന് സമാനമായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ അസ്ഥിരീകരിക്കേണ്ടതും ഇറാൻ്റെ പ്രോക്സികളെ തകർക്കേണ്ടതും അവരുടെ സുരക്ഷിതത്വത്തിന് അനിവാര്യമാണ്. അത് പറയുമ്പോൾ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽക്കാനുള്ള അവകാശത്തെ പോലും നമ്മൾ സംശയത്തോടു കൂടി കാണേണ്ടതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇസ്രായേൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാമ്രാജ്യത്വത്തിൻ്റെ അമേരിക്കയുടെ ഔട്ട് പോസ്റ്റ് എന്ന നിലയിലാണ്. എങ്കിലും ഒരു ഇസ്രായേലിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇറാൻ അൺലീഷ് ചെയ്തിട്ടുള്ള ഒരു യുദ്ധമാണിത്. അപ്പോൾ അതിന് ഇറാനെ ആക്രമിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ഒരു നാഷണലിസ്റ്റ്, ഈ ഒരു അൾട്രാ നാഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഇറാൻ്റെ രാഷ്ട്രീയത്തിൽ ശക്തമായി വന്നു. ഇതാണ് ബെൻ ഗിവറും ഇസ്രായേൽ കാട്സും അടക്കമുള്ള അതിതീവ്ര സയനിസ്റ്റുകൾ ഇസ്രായേലിൽ പറഞ്ഞു വെച്ചത്. ഇതിന് ഇസ്രായേൽ ജനതയുടെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള അതിതീവ്ര സയനിസ്റ്റുകളുടെ പിന്തുണ കൂടി ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോണ്ടസ്റ്റിലാണ് ഇസ്രായേൽ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അമേരിക്ക പക്ഷേ ഈ ഒരു യുദ്ധം തുടങ്ങാതെ പരിഹരിക്കുക എന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഒരു സൂപ്പർ പവർ എന്ന നിലയിൽ ചെയ്യേണ്ടത്. അത് ചെയ്യുന്നതിന് പകരം ഇറാനെ ആക്രമിച്ചുകൊണ്ട് തകർത്തേക്കാം എന്ന് ജോസഫ് സാറ് പറഞ്ഞ കാര്യം, ഇതിപ്പോൾ ഉടനെ തന്നെ ഇറാനെ അങ്ങ് തവിടുപൊടിയാക്കിയേക്കാം എന്ന് വിചാരിച്ച് യുദ്ധം തുടങ്ങി. പക്ഷേ ആ യുദ്ധത്തിൻ്റെ ഗതി മാറ്റിയത് യഥാർത്ഥത്തിൽ ഇറാൻ്റെ കാൽക്കുലേഷൻസ് അല്ല, മറിച്ച് റഷ്യയുടെയും ചൈനയുടെയും ശക്തമായ പിന്തുണയാണ്. റഷ്യ കൂടുതൽ ശാക്തീകരിക്കപ്പെട്ടത് മനസ്സിലാക്കാൻ ഒരുപക്ഷെ രാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇന്ന് ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ വിജയത്തിലേക്ക് അടുക്കുകയാണ്. 2022 ശേഷം 2022 ഏകദേശം ഒരു വർഷത്തോളം വളരെ പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു വരാം അതിഥികളിലേക്ക്. ചർച്ചയിലേക്ക് തിരികെ സ്വാഗതം. ശ്രീ ജോസഫ് ആന്റണി, ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷമാണ് പല ലോകരാജ്യങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ഉപരോധം, ആ നിരോധനമൊക്കെ അമേരിക്ക എടുത്തു നീക്കിയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് മാർക്ക് റൂബിയോയുടെ ഒരു പ്രതികരണം കണ്ടത്. അമേരിക്ക എത്രയും പെട്ടെന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഇളവ് അത് എടുത്തു മാറ്റുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ 10-9 നമ്മുടെ ഇന്ധന ഉപഭോഗത്തിന്റെ 10-9 നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. അത് പ്രധാനമായും നമ്മൾ 5 രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഖത്തറിനെയും അമേരിക്കയും UAEയും അങ്കോളയും ഒമാനെയും. ഈ സോഴ്സുകൾ ഒരു ഡൈവേഴ്സിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ ഇന്ത്യ? അത് വളരെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഒരു കോണ്ടക്സ്റ്റിൽ ഉന്നയിക്കപ്പെടേണ്ടതാണ് ആര്യ. നമ്മുടെ പ്രധാനമന്ത്രി ഒരു 1-2 ആഴ്ച മുമ്പ് ജനങ്ങളോടായിട്ട് ഒരു അഭിസംബോധന ചെയ്തല്ലോ. നമ്മൾ കൂടുതൽ സ്വർണം വാങ്ങരുത്, നമ്മൾ വിദേശയാത്ര നടത്തരുത്, നമ്മൾ കൂടുതൽ ഇന്ധനം ഉപയോഗിക്കരുത്, നമ്മൾ പൂൾ ചെയ്തുള്ള വാഹനങ്ങളിൽ സഞ്ചരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ അദ്ദേഹം നമ്മളോടാണ് ചില ത്യാഗങ്ങൾ സഹിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. പക്ഷേ അവിടെ അന്ന് ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഈ സ്ട്രാറ്റജിക് റിസർവ്, പെട്രോളിയത്തിൻ്റെ സ്ട്രാറ്റജിക് റിസർവ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഇൻ്റർനാഷണൽ എനർജി ഏജൻസി പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് 90 ദിവസത്തേക്കെങ്കിലുമുള്ള റിസർവ്, സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് സൂക്ഷിക്കണം എന്ന് ഇൻ്റർനാഷണൽ എനർജി ഏജൻസി പറയാറുണ്ട്. നമ്മുടെ ഇവിടെയുള്ള സ്ട്രാറ്റജിക് റിസർവ് എത്ര ദിവസത്തേക്കുള്ളതാണ്? നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ട്രാറ്റജിക് റിസർവ് നമുക്കറിയാം, വിശാഖപട്ടണം, മംഗലാപുരം, പാടൂർ എന്ന് പറയുന്ന 3 ഇടങ്ങളിലായിട്ടാണ് നമുക്ക് സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ഉള്ളത്. അത് 5.33 ദശലക്ഷം മെട്രിക് ടണ്ണാണ് നമുക്കുള്ളത്. എന്ന് പറഞ്ഞാൽ അത് 6-7 ദിവസത്തേക്ക് മാത്രമാണ് ഉള്ളത്. പൊതുമേഖലാ കമ്പനികളുടെ കയ്യിലുള്ള
ഈ റിസർവ് കൂടി കൂട്ടുമ്പോഴാണ് നമുക്കൊരു 70-80 ദിവസത്തേക്കുള്ള റിസർവായി മാറുന്നത്. ഇത് ഈ ഒരു അപകടം, അതായത് ഈ വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള പശ്ചിമേഷ്യയെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഗ്യാസ്, LNG, CNG എല്ലാം നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ നേരിടാൻ ഇത്രയും അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു പ്രദേശത്ത് നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ഒരു പ്രതിസന്ധി എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. അങ്ങനെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് നമ്മുടെ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു അത്യാവശ്യ ഘടകം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് എന്ന് പറയുന്ന സമ്പ്രദായം തുടങ്ങിയത് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റാണ്. മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് അങ്ങനെ അതിനു വേണ്ടിയുള്ള നിയമം കൊണ്ടുവന്നു. 2016 അതിന്റെ നിർമ്മാണങ്ങൾ തുടങ്ങി. 2006 നിർമ്മാണം തുടങ്ങി. 2006 തുടങ്ങിയത് 2015, 16, 17 വർഷങ്ങളിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിന്റെ ഒരു ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് 2021 ഈ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടാമത്തത്, ഒഡീസയിൽ ഒരെണ്ണം, ഈ 2 സ്ഥലങ്ങളിൽ വീണ്ടും ഒരു സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് വർദ്ധിപ്പിക്കുന്നതിനൊരു ഡിസിഷൻ എടുത്തു. ആ ഡിസിഷൻ എടുത്തതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഈ ബജറ്റ് തന്നെ ഒരുപാട് ഫണ്ട് അതിനുവേണ്ടി അനുവദിച്ചെങ്കിലും 1% പോലും അതിൻ്റെ പ്രവർത്തനം, ഭൂമി ഏറ്റെടുക്കൽ പരിപാടി പോലും ഇതുവരെ മുമ്പോട്ട് പോയിട്ടില്ല. 2021 നമ്മൾ തുടങ്ങിയെന്ന് ആലോചിക്കണം. 2026, 6 വർഷത്തിന് ശേഷം ഇപ്പോഴും അതെങ്ങും എത്താതെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ സർക്കാർ അവരുടെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സാക്രിഫൈസും അല്ലെങ്കിൽ അവരുടെ സഹകരണവും ആവശ്യപ്പെടുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് നിർവഹിക്കപ്പെടാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പം നമുക്ക് എല്ലാവർക്കും വളരെ അറിയാം. വാദീസ് സാറ് ചൈനയുടെ കാര്യം പറഞ്ഞു. ഈ ചൈന 2017 ട്രംപ് ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ ട്രംപ് അവർക്കെതിരെ ഒരുപാട് ഉപരോധങ്ങൾ ഏർപ്പെടുത്തി, താരിഫുകൾ ഏർപ്പെടുത്തി. അപ്പോൾ അവർ മനസ്സിലാക്കി ഇനി ഈ അമേരിക്ക എന്ന് പറയുന്ന ആശ്രയിച്ച് നമുക്ക് വലുതായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. അന്ന് അവർ 20% ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് അവരെന്ത് ചെയ്തു? ഇതിനെ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇപ്പോൾ വെറും 12% മാത്രമാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത നമ്മുടെ എന്ന് മാത്രമല്ല, അവർ ഈ എനർജിയുടെ കാര്യത്തിൽ അവർ ചെയ്തെന്താണ്? അതിശക്തമായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് അതിശക്തമായി വർദ്ധിപ്പിച്ചു. അതിൻ്റെ ബാറ്ററികൾ ശക്തമായി വർദ്ധിപ്പിച്ചു. അതിനുവേണ്ടിയുള്ള റിസോഴ്സസ് വർദ്ധിപ്പിച്ചു. റെയർത്ത് എന്ന് പറയുന്ന സാധനം 90% പ്രോസസ്സ് ചെയ്യുന്ന രാജ്യമായി അവർ മാറി. അപ്പോൾ സോളാറിൻ്റെ കാര്യത്തിൽ അവർ സ്വയം പര്യാപ്തം നേടുന്നു. ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തം നേടുന്നു. അവർ ഡൈവേഴ്സിഫൈ ചെയ്യുന്നു. ഈ തരത്തിലുള്ളൊരു സ്ട്രാറ്റജി നമ്മുടെ ഭാഗത്ത്, ഒരു അഗ്രസീവ് സ്ട്രാറ്റജി എന്ന് ഞാൻ പറയും, ഒരു അഗ്രസീവ് സ്ട്രാറ്റജി നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ സ്വീകരിച്ചില്ല എന്നുള്ളൊരു വിമർശനം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ചുകൂടി ഈ ലോകരാഷ്ട്രീയത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങളെ ഡൈവേഴ്സിഫൈ, നമ്മൾ ഈ ഇന്റർനാഷണൽ സോളാർ അലയൻസിൻ്റെയും വിൻഡ് എനർജിയുടെയും ന്യൂക്ലിയർ എനർജിയുടെയും കാര്യത്തിൽ നമ്മൾ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയെ നേരിടുന്നതിനുള്ള ശക്തി, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ സ്വയം പര്യാപ്തരാണ്. പക്ഷേ ഇന്ധന കാര്യത്തിലോ എനർജി സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന 85% ആശ്രയിക്കുന്ന രാജ്യമാണ് നമ്മൾ. എന്ന് മാത്രമല്ല, ഈ ഇങ്ങനെയുള്ള ക്രൈസിസ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? എന്നെക്കാൾ നന്നായിട്ട് ആദികേശൻ സാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വിദേശ നാണ്യ ശേഖരം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വിദേശ നാണ്യ ശേഖരം കുറയുന്ന സാഹചര്യത്തിൽ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത് നമ്മൾ സ്വർണ്ണം കൂടുതൽ വാങ്ങിച്ചാൽ സ്വർണ്ണം ഇറക്കുമതി ചെയ്യുന്നതിന് കൂടുതൽ കാശ് എടുക്കേണ്ടി വരും. പെട്രോളിയം ഇറക്കുമതി കൂട്ടിയാൽ പെട്രോളിയം ഇറക്കുമതി പിന്നെ വിദേശ നാണ്യ ശേഖരം കൊടുക്കേണ്ടി വരും. അങ്ങനെ വിദേശ നാണ്യ ശേഖരം കുറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് മോശമാണ്. അത്തരമൊരു ആപത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടിയിട്ടാണ് അദ്ദേഹം ജനങ്ങളോട് മുണ്ടുമുറുക്കി കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു സാമ്പത്തിക സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത്, നമുക്കെല്ലാവർക്കും അറിയാം, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് നമ്മൾ ഒരുപാട് എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു. വെനസ്വേലയിൽ നിന്ന് നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു. അമേരിക്ക പറഞ്ഞു നിങ്ങൾ വെനസ്വേലയിൽ എണ്ണ ഇറക്കുമതി നിർത്തണം, ഇറാനിലെ എണ്ണ ഇറക്കുമതി നിർത്തണം. ഇപ്പോൾ ഇറാൻ അമേരിക്ക പറയുന്നത് കൊണ്ട് മാത്രമാണ്. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കെല്ലാവർക്കും അറിയാം ഇറാനിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിച്ചിരുന്നു. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള മേരാ ദോസ്ത് എന്നൊക്കെ അദ്ദേഹം വളരെ അഭിമാനപൂർവ്വം പറയുന്ന ട്രംപ് എന്താ ചെയ്തത്? റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ മാത്രം നമുക്കെതിരെ 25% പിഴച്ചുങ്കം ചുമത്തി. ഒരു രാജ്യം, ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം വേറൊരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തു നിന്ന് ഒരു ഉൽപ്പന്നം വാങ്ങുന്നതിന് മറ്റൊരു രാജ്യം ഈ പിഴച്ചുങ്കം ചുമത്തുകയാണ് നമുക്കെതിരെ. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കി എത്രമാത്രം ഒരു സാമ്രാജ്യത്വ മനോഭാവമോ അല്ലെങ്കിൽ അധീശത്വ മനോഭാവമോ ഉള്ളത് കൊണ്ടാണ് ഒരു വളരെ അടുത്ത സുഹൃത്ത് രാജ്യമായ ഇന്ത്യ
നമ്മൾ കാണണം, ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിന് വളരെ കാപട്യമുള്ള സ്നേഹമാണ്. രണ്ട് കാര്യങ്ങളാണ് അവരെ നമ്മളോട് അടുപ്പിക്കുന്നത്. ഒന്ന്, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ലോകത്തിലെ ഏറ്റവും വലിയ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ, അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റിനെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ ഇന്ത്യയെ വളരെ സുഹൃത്തായി കാണുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയാണ് ചൈന എന്ന് പറയുന്ന അമേരിക്കയുടെ ശത്രുവായി കാണുന്ന, ചൈനയെ എതിർക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ കൂടെ നിർത്തേണ്ടത് ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളുടെയും ആവശ്യമാണ്. ബിക്കോസ് ഓഫ് അവർ ഇക്കണോമിക് സ്ട്രെങ്ത് ആൻഡ് ബിക്കോസ് ഓഫ് അവർ ജിയോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ്. ഈ രണ്ട് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ കാണേണ്ട കാര്യം ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് ശ്രീ എസ് ആദികേശവൻ, ഇപ്പം എന്നെയും താങ്കളെയും ഇവിടെയുള്ള എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ് വിലക്കയറ്റം. വില കൂടാത്ത ഏതെങ്കിലും ഉൽപ്പന്നമുണ്ടോ ഇന്ന് നമ്മുടെ നാട്ടിലെന്ന് ചോദിച്ചാൽ സംശയമാണ്. അപ്പോൾ ചില മുൻകരുതലുകളൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ ഒരു കൃത്യമായൊരു വിശദീകരണം നൽകാതെ, ഇവിടെയുള്ള രാജ്യത്തെ പൗരന്മാരെ വിശ്വാസത്തിലെടുക്കാതെ, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ വാർത്ത കേൾക്കുകയാണ് പാചകവാതകത്തിന് വില വർദ്ധിപ്പിച്ചത്. മാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നത്, അല്ലാതെ പ്രധാനമന്ത്രി വന്നോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരോ വന്നോ ഇതെന്തുകൊണ്ട് നമ്മൾ വില വർദ്ധിപ്പിക്കുകയാണ്, ഇതാണ് സാഹചര്യം, ഇത് ആ സ്ഥിതി ശാന്തമായാൽ നമുക്ക് വില കുറയ്ക്കാൻ കഴിയും, അങ്ങനെ വിശ്വാസത്തിലെടുക്കുന്നില്ല രാജ്യത്തെ പൗരന്മാരെ. അതൊരു വിഷയം. അതോടൊപ്പം ഈ വിലക്കയറ്റം, വില കൂടാത്ത ഉൽപ്പന്നങ്ങളില്ല നിലവിൽ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? എൽനിനോ എന്ന വലിയ പ്രതിഭാസമുണ്ട്, അത് വരൾച്ചയുണ്ടാക്കും. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന വാർത്തകൾ അത് ആശങ്കപ്പെടുത്തുന്നതാണ്. 6, 8, 10 മണിക്കൂറാണ് അവിടെ വൈദ്യുതി ഇല്ലാത്തത്. താങ്കൾക്ക് കേൾക്കാമോ ശ്രീ ആദികേശവൻ? ഒന്ന് സൗണ്ട് ഇപ്പൊ കേൾക്കാം. അവസാനം പറഞ്ഞ എനിക്ക് തോന്നുന്നത് ഒരു സെന്റൻസ് ഞാൻ മിസ് ചെയ്തു ആര്യ. പക്ഷേ നിങ്ങളുടെ ചോദ്യം കഴിഞ്ഞെങ്കിൽ എനിക്ക് അതിന്റെ പോയിന്റ് മനസ്സിലായി. ഞാൻ അതിന് ഉത്തരം പറയാൻ തയ്യാറാണ്. പറഞ്ഞോളൂ സാർ. ചോദ്യം കഴിഞ്ഞെങ്കിൽ അതെ. അപ്പോൾ സാമ്പത്തികപരമായി തീർച്ചയായിട്ടും വളരെ പ്രയാസപ്പെട്ട, വളരെ കഷ്ടപ്പാടുള്ള ഒരു സമയത്ത് കൂടി തന്നെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. മറ്റുള്ള രാജ്യങ്ങളെ പോലെ നമുക്ക് പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പം ഈ പറഞ്ഞ ഓയിലിൻ്റെ റിസർവ്സ്, സ്ട്രാറ്റജിക് റിസർവ്സ്, ചൈന, മറ്റുള്ള കുറേ രാജ്യങ്ങളുടെയൊക്കെ ഫിഗർ ഞാൻ വായിച്ചപ്പോൾ അവർ കുറേ കൂടി കാര്യക്ഷമമായി നേരത്തെ തന്നെ, കാരണം ഈ ഓയിലിൻ്റെ റിസർവ്, സ്റ്റോറേജ് ഫെസിലിറ്റി ഒക്കെ ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ 4-5 വർഷം കൊണ്ടോ ഉണ്ടാക്കാൻ സാധിക്കില്ല. പരമ്പരാഗതമായി അതിന് വേണ്ടിയിട്ടുള്ള ലോങ് റേഞ്ച് പ്ലാനിങ് ആവശ്യമാണ്. ഒരുപക്ഷെ ഇന്ത്യക്ക് രാഷ്ട്രീയത്തിലല്ല, ഇന്ത്യക്ക് മൊത്തത്തിലുള്ള പാഠം, നമുക്കെല്ലാം ഉള്ള പാഠം ഈ എനർജി സെക്യൂരിറ്റി എങ്ങനെ ഉറപ്പാക്കാം എന്നുള്ള കാര്യത്തിൽ ഇനിയുള്ള വർഷങ്ങളിൽ തീർച്ചയായിട്ടും നടപടികൾ വേണ്ടതാണ്. പക്ഷേ അത് പറഞ്ഞതിന് ശേഷം നമ്മൾ കുറേ പോസിറ്റീവ്സ്, അതായത് നമ്മുടെ സർക്കാർ എങ്ങനെ ഈ പ്രതിസന്ധിയെ നേരിടാനായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കി എന്നുള്ള ഒരു വിഷയമുണ്ടല്ലോ. അതിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പ്രധാനമായിട്ട് പറയാൻ തോന്നുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഭക്ഷ്യസുരക്ഷ അത് അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ രാജ്യം ഒരു 40-50 വർഷം മുമ്പ് ആഹാര സാധനങ്ങൾ പോലും ഇമ്പോർട്ട് ചെയ്തിരുന്നു. അവിടുന്ന് എത്രയോ ദൂരം, എത്രയോ കാലം നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സാധാരണഗതിയിൽ ആവശ്യമായി കരുതൽ ശേഖരം, റൈസ്, അരി, ഗോതമ്പ് എത്രയാണോ വേണ്ടത് അതിൻ്റെ 3 മടങ്ങ് കരുതൽ ശേഖരം ഇന്ത്യക്കുണ്ട്. പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. രണ്ടാമത്തത് വിലക്കയറ്റത്തിൻ്റെ കാര്യം അംഗീകരിക്കുന്നു. ഇപ്പം നമ്മുടെ ഹോട്ടലിൽ കൊടുക്കുന്ന സിലിണ്ടറിൻ്റെ വില 1000 രൂപയോളം വർദ്ധിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാം, ചായക്ക് 10 രൂപ ഉണ്ടായിരുന്നു, 15 രൂപയായി. മറ്റുള്ള ചില ഐറ്റംസ് ഹോട്ടലുകാർ ഉണ്ടാക്കാതെയായി. കാരണം മാർജിൻ വളരെ കുറവുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നില്ല. വീടുകളിൽ പോലും ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും ഇപ്പോൾ പെട്രോളിൻ്റെ വില കൂട്ടി. പക്ഷെ ഇതുവരെയുള്ള തോത് കമ്പയർ ചെയ്താൽ കണക്കിൻ്റെ ബേസിസിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ട്രാൻസ്പെറൻസിയുടെ കാര്യം ആര്യ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ്, അതിലേക്ക് വരാം. പക്ഷെ തോതിൻ്റെ കാര്യമെടുത്താൽ ആര്യ, അമേരിക്കയിൽ ഗ്യാസോലിൻ പ്രൈസസ്, ഞാൻ ഇടയ്ക്കിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യം ശരിയാണ്, ഫാക്റ്റാണ്. ന്യൂയോർക്കിലെ
ഒരു ഗാലന് സാധാരണ ആൾക്കാർ നമ്മൾ ലിറ്റർ അല്ലെങ്കിൽ രൂപയ്ക്ക് അടിക്കുന്നല്ലോ, അതുപോലെ അവിടെ സാധാരണ പാസഞ്ചർ കാർ, പ്രൈവറ്റ് വെഹിക്കിൾസ് ഒക്കെ ഈ പമ്പിൽ ചെന്നിട്ട് അടയ്ക്കുന്നത് ഈ ഗാലൻ്റെ പ്രൈസിൻ്റെ ബേസിസിലാണ്. ആ വില $2.5 ആയിരുന്നത് $5 അതായത് ശരിക്കും ഇരട്ടിയായി. ഇൻഫാക്ട് പ്രസിഡന്റ് ട്രംപിൻ്റെ സാമ്പത്തികപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമാധാനത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നത് ഈ വിലക്കയറ്റം സാധാരണക്കാരെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു. മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് തീർച്ചയായിട്ടും ഇന്ത്യയെ അപേക്ഷിച്ച് പോലും വളരെ അധികം വിലക്കയറ്റം അമേരിക്കയിൽ അടിസ്ഥാനപരമായിട്ട് സാധാരണക്കാർക്ക് ദൈനംദിന ആവശ്യത്തിനായി വേണ്ടി വരുന്ന പെട്രോള്, എഗ്സ്, ബ്രെഡ്, പാല് മുതലായ സാധനങ്ങൾ. അതുകൊണ്ടാണ് അപ്രൂവൽ റേറ്റിംഗ്. ട്രംപ് ജയിച്ച 1 വർഷമല്ലേ ആയുള്ളൂ. January 4, 2026 അദ്ദേഹത്തിൻ്റെ ഇനോഗ്രേഷൻ. അപ്പോൾ അടുത്ത ഉടൻ തന്നെ അപ്രൂവൽ റേറ്റിംഗ് കുറഞ്ഞു. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ വന്നാലും പെട്രോളിൻ്റെ വില കൂട്ടി, ഡീസലിൻ്റെ വില കൂടി. എന്നാലും ആ തോത് പരമാവധി കുറച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് ഇതുവരെ വന്നിട്ടുള്ളത്. പക്ഷെ അവിടെയും ഞാൻ അംഗീകരിക്കുന്നു, എൻ്റെ കാഴ്ചപ്പാടിൽ ഈ പെട്രോളിൻ്റെ വില ഇനിയും കൂട്ടാതെ തരമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ശരിക്കും ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്നത് ജനങ്ങളുടെ തുറന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അറിയിപ്പ്. ഇന്നതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ. ഇന്ന് നമുക്ക് നേരിടേണ്ടി വരുന്ന പെട്രോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടുന്ന കാശ് ഇത്രയാണ്, അപ്രോക്സിമേറ്റ്ലുള്ള എമൗണ്ട്. നിർബന്ധമായും നമ്മൾ എത്രത്തോളം ശ്രമിച്ചാലും ചില അനിവാര്യമായിട്ടുള്ള പ്രൈസ് റൈസ് നമുക്ക് നടത്താൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന എന്താണ്, ആര്യ പറഞ്ഞ പോലെ പത്രത്തിൽ കൂടി പെട്രോൾ പമ്പിൽ പോകുമ്പോൾ ഇന്ന് 50 പൈസ കൂടി, 2 രൂപ കൂടി, 3 രൂപ കൂടി എന്നുള്ള ആ ഒരു വർത്തമാനം, ആ ഒരു ആശങ്കയിൽ നിന്നും ജനങ്ങൾ മുക്തരാവും. മാത്രവുമല്ല, ശരിക്കും തുറന്ന് ഈ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാരെല്ലാം, സാധാരണക്കാരും ഇതിൻ്റെ അതായത് ഗവൺമെൻറ്റിൻ്റെ കൺസ്ട്രെയിൻസ്, ഗവൺമെൻറ്റിനുള്ള കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ്, ഗവൺമെൻറ്റിനുള്ള ചട്ടക്കൂടിലുള്ള ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവും. അത് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അത് പറയുമ്പോഴും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും മറ്റ് സാമഗ്രികളുടെയും വില, ഇപ്പം അരി, ഗോതമ്പ്, നമ്മുടെ നാട്ടിലെ അരി, ഗോതമ്പ്, പിന്നെ എണ്ണ, എഡിബിൾ ഓയിൽ ഉണ്ടല്ലോ, എഡിബിൾ ഓയിൽ, മറ്റുള്ള പരിപ്പ്, പയറ് വർഗ്ഗങ്ങൾ, പച്ചക്കറി അടക്കം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ആവശ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ടൊമാറ്റോ, സവാള, ഉരുളക്കിഴങ്ങ്, അതല്ലേ ടോപ്പ് എന്ന് പറയുന്ന ഈ 3 സാധനങ്ങൾ. അടുക്കളയിൽ മറ്റുള്ള പച്ചക്കറി ഇല്ലെങ്കിൽ പോലും ഈ 3 സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കറിയോ സബ്ജിയോ ഒക്കെ ഉണ്ടാക്കി. അരി എന്തായാലും നമുക്ക് കിട്ടുന്നു. ഇന്നും പാവപ്പെട്ട ആൾക്കാർക്ക് ഒരാൾക്ക് 5 കിലോ അരി എല്ലാ മാസവും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അതായത് മഞ്ഞ, പിങ്ക് കാർഡ്, വൈറ്റ് കാർഡുള്ള എന്നെയോ നിങ്ങളെപ്പോലെ, ഞാൻ റേഷൻ കാർഡ് എടുത്തിട്ടില്ല, പക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾ വൈറ്റ് കാർഡുള്ള ആൾക്കാർക്ക് കിലോയ്ക്ക് 10 രൂപയ്ക്ക് നല്ല അരി കിട്ടുന്നു. അപ്പോൾ ഈ മാതിരിയുള്ള കാര്യങ്ങൾ ഓവറോൾ വിലക്കയറ്റത്തിന്, കാരണം വിലക്കയറ്റം ഒരു വസ്തുവിൻ്റെ വില കൂടുന്നത് കൊണ്ട് മാത്രമല്ല ഉണ്ടാകുന്നത്, ഒരു പ്രതിഭാസമാണ്. ഇപ്പം അരിക്കും ഗോതമ്പിനും പഞ്ചസാരയ്ക്കുമൊക്കെ വില കൂടിയാൽ മറ്റുള്ള സാമഗ്രികൾക്ക് കൂടേണ്ട ഒരു സാഹചര്യം ഡിമാൻഡ് സപ്ലൈയുടെ അടിസ്ഥാനത്തിൽ ഇല്ലെങ്കിൽ പോലും ഈ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻ പറയുന്നത് മൊത്തത്തിലുള്ള ഒരു വലിയ വമ്പിച്ച വിലക്കയറ്റം ഉണ്ടാവും. ആ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് ഗവൺമെൻറ് സാധിച്ചു. 2 കാര്യങ്ങൾ കൂടി പറയാം. ഗവൺമെൻറ് കുറേ, അതായത് കോവിഡിൻ്റെ സമയത്ത് ആത്മനിർഭർ പാക്കേജ് എന്ന് 20 ലക്ഷം കോടിയുടെ ഒരു പാക്കേജ് അവതരിപ്പിച്ചു. നല്ല നടപടിയായിരുന്നു. അതിൻ്റെ ഗുണം നമ്മുടെ ഇൻഡസ്ട്രിക്കും നമ്മുടെ സമ്പദ്ഘടനയ്ക്കും കിട്ടി. ഇപ്പോഴും 2-3 അവരുടെ അനൗൺസ്മെൻറ്റ്സ് ഞാൻ പറയാം. ഒന്ന്, 2.5 ലക്ഷം കോടി രൂപയുടെ ഗ്യാരണ്ടി ഫണ്ട് ബാങ്കിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം യൂണിറ്റുകൾക്ക് മാർച്ച് 2026 എത്രയായിരുന്നു ലിമിറ്റ്, ബാങ്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള OD അല്ലെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ് ലിമിറ്റ്, ഉദാഹരണത്തിന് 1 കോടി ആണെങ്കിൽ 20 ലക്ഷം രൂപ അവരൊന്നും അപ്ലൈ ചെയ്യാതെ തന്നെ കൂട്ടിക്കൊടുക്കാം ഉള്ള ഇൻസ്ട്രക്ഷൻ ബാങ്കുകൾക്ക് കൊടുത്തു. അതിനുള്ള ഫുൾ ഗ്യാരണ്ടി കേന്ദ്ര ഗവൺമെൻറ് വഹിക്കുന്നു. അതായത് ഈ 20 ലക്ഷം നിങ്ങൾ കൂട്ടിക്കൊടുക്കൂ. മിക്കവാറും യൂണിറ്റ്സിന് കേരളത്തിലടക്കം അത് കൊടുത്തിട്ടുണ്ട്. കാരണം നിർബന്ധപൂർവം ഇത് അവർക്ക് സാങ്ഷൻ ചെയ്ത്, അപേക്ഷ പോലും ഇല്ലാതെ സാങ്ഷൻ ചെയ്ത് കൊടുക്കണം എന്നാണ് അതിൻ്റെ മെച്ചം. അല്ല, ഒരു കാര്യം കൂടി ആര്യ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ ഈ നടപടി നല്ലൊരു നടപടിയാണ്. കൂടാതെ ഇന്നലെയോ മിനിഞ്ഞാന്നോ നമ്മുടെ ഡോളർ ശേഖരം കുറഞ്ഞു. 730
ബില്യൺ ആയിരുന്നു നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് കരുതൽ റിസർവ്സ്. ഇന്നിപ്പം 670 680 ആയി. അത് ആശങ്കപ്പെടേണ്ട കാര്യമേ ഇല്ല. എന്നാലും കുറഞ്ഞു വരുന്നു. ഇതിൻ്റെ ഒക്കെ സമ്മർദ്ദം കൊണ്ട് ഡോളർ റുപ്പിയുടെ മൂവ്മെൻറ്റ് 95-ലെത്തി. അത് തടസ്സപ്പെടുത്താനായിട്ട് ഈ കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച അതിൻ്റെ ഗുണം വന്നിട്ടില്ല. ബാങ്കുകൾക്ക് നമ്മുടെ ആൾക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രവാസി കേരളീയർക്ക് അടക്കമുള്ള എല്ലാ പ്രവാസികൾക്കും FCNR ഡെപ്പോസിറ്റ് ബാങ്കുകൾ കൊണ്ടിടുമ്പോൾ ബാങ്കുകൾ സാധാരണ ആ ഡോളറിനെ രൂപയാക്കി മാറ്റിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു കോസ്റ്റ് പൂർണ്ണമായിട്ടും ബാങ്കുകൾക്ക് സർക്കാർ തിരിച്ചു കൊടുക്കും എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് റിസർവ് ബാങ്ക് വഴി വന്നിരിക്കുന്നു. അതുകൊണ്ടുള്ള മെച്ചം FCNR ഡോളർ ഡെപ്പോസിറ്റ് കേരളത്തിലെ പ്രവാസികളും ഇന്ത്യയിലെ പ്രവാസികളും നിക്ഷേപിക്കുമ്പോൾ ഞാൻ കണക്ക് കൂട്ടുന്ന അറ്റ്ലീസ്റ്റ് 1 to 2% ഇൻക്രീസ് ഉടൻ തന്നെ ലഭിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് രീതിയിലുള്ള ഗുണം. ഒന്ന്, നമ്മുടെ പ്രവാസി ആൾക്കാർക്ക് നിക്ഷേപത്തിന് കിട്ടുന്ന പലിശ 2% കൂടുന്നു എന്ന് പറയുമ്പോൾ 5% ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഏകദേശം 50 അല്ലെങ്കിൽ 40% ഇൻക്രീസ് ഈ അടുത്ത കാലത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതെൻ്റെ ഒരു അസസ്മെൻ്റാണ്. രണ്ടാമത്തത്, ഈ കുറഞ്ഞ കരുതൽ ശേഖരം നികത്താനായിട്ടുള്ള ഒരു മാർഗമായിട്ട് ഇത് ഉതകും. ഈ 680 എന്നുള്ളത് ഇതും പിന്നെ വേറെ 2-3 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് എല്ലാം പറയുന്നില്ല. അപ്പോൾ ഡോളർ ഇൻഫ്ലോ തീർച്ചയായിട്ടും നേരത്തെക്കാളും കൂടുതലായിട്ട് നമ്മുടെ ഇക്കോണമിക്ക് വന്നു ചേരും. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഉപഭോഗം കുറയ്ക്കുക തന്നെ വേണം. ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഉപഭോഗം കുറച്ചുകൊണ്ട് വളരെ പരിമിതപ്പെടുത്തി ആൾക്കാർക്ക് താങ്ങാവുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് ഇൻക്രീസ് വരുത്തേണ്ടി വരും. അതിനെക്കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഗവൺമെൻറ് കൊടുക്കേണ്ടതുണ്ട്. ബാക്കി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മുൻകരുതലുകൾ നമുക്ക് ഇതിനു മുമ്പ് ഇല്ലാത്തത് തീർച്ചയായിട്ടും വളരെ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഡോക്ടർ PJ വിൻസെന്റ്, ഇറാൻ വീണ്ടും ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന വാർത്തകൾ വന്നതോടുകൂടി രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ബ്രെന്റ് ഓയിലിന് വീണ്ടും വില വർധനയാണ് ഉണ്ടാകുന്നത്. 4.5% ബാരലിന് വർദ്ധിക്കുകയാണ്. $97 കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മുടെ രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG, CNG, പാചകവാത വിലയൊക്കെ വർദ്ധിക്കുമെന്നുള്ള കാര്യം നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും. ആ ഘട്ടത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നുള്ള അനിവാര്യത ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും അത് നമ്മളെ അറിയിക്കേണ്ട ഒരു രീതി, ഇത് എന്തുകൊണ്ടാണ്, ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലമാണ്, അത് ഈ സാഹചര്യമൊക്കെ ഒരു വിശദീകരിക്കുന്നതിൽ അവിടെ ഒരു പരാജയം ഉണ്ടോ? അല്ലേ, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്ന് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണല്ലോ. ജനങ്ങൾ സമ്മതിദാനാവകാശം, സമ്മതിയല്ല യഥാർത്ഥത്തിൽ അധികാരദാനം ആണല്ലോ നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾ കൊടുത്തിട്ടുള്ള അധികാരം ആണ് ഈ ഭരണകൂടം കൈയാളുന്നത്. സ്വാഭാവികമായിട്ടും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുകയും അന്താരാഷ്ട്ര രംഗത്തും ആഭ്യന്തര രംഗത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതെങ്ങനെ നമ്മുടെ സമ്പദ്ഘടനയെയും രാഷ്ട്രീയ ഘടനയെയും ബാധിക്കുന്നു, അതിലെന്തൊക്കെ നയസമീപനങ്ങൾ എടുക്കും, പുതിയ നയങ്ങൾ ഏതൊക്കെ സ്വീകരിക്കണം, ഈ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് ചെയ്യുമ്പോൾ അത് ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ആത്യന്തികമായി അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഈ രാജ്യത്തിലെ പൗരന്മാരാണ്. അത് അത്തരത്തിലുള്ളൊരു ബന്ധം അനിവാര്യമാണ്. അതോടെ ഈ ഗൾഫിലെ പ്രശ്നം സവിശേഷമായി എടുക്കുമ്പോൾ GCC രാജ്യങ്ങളിൽ മാത്രം 85 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. ഏകദേശം 35 ലക്ഷം മലയാളികൾ തന്നെ ആ മേഖലയിലുണ്ട്. ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ കൂടെ കൂടിക്കഴിഞ്ഞാൽ 1 കോടിയോളം മനുഷ്യരാണ് ഈ മേഖലയിൽ അധിവസിക്കുന്നത്. അപ്പോൾ ഇത് ഒരു എനർജി സെക്യൂരിറ്റിയുടെ വിഷയം മാത്രമല്ല, ഈ മേഖലയിലുള്ള ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ കൂടി വിഷയമായി മാറുന്നു. അവരുടെ എല്ലാം ബന്ധുക്കൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അവരെല്ലാം വൈകാരികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും ബാധിക്കുന്നതോടൊപ്പം വൈകാരികമായും വലിയ പ്രതിസന്ധിയിലാണല്ലോ. കുട്ടികൾ ഇവിടെ വെക്കേഷന് കേരളത്തിൽ വരുന്നു, അവർക്ക് തിരിച്ചു പോകാൻ പറ്റാതെ ആവുന്നു. അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ ഇവിടെ വരുന്നു, തിരിച്ച് സമയത്ത് പോകാൻ പറ്റാണ്ടാവുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സംഘർഷമുണ്ട്. പിന്നെ ഒരു യുദ്ധ സാഹചര്യം അവിടെ നിലനിൽക്കുമ്പോൾ അവരുടെ സുരക്ഷിതത്വം സംബന്ധിച്ചുണ്ടാകുന്ന ആശങ്കയുണ്ട്. ഇതെല്ലാം വൈകാരികമായി നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു വലിയ സംഘർഷ മേഖലയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഗവൺമെൻറ് വളരെ ട്രാൻസ്പെറൻ്റായിട്ട് ജനങ്ങളോട് സംവദിക്കുക തന്നെയാണ് വേണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം അത് എത്രമാത്രം
ഗവൺമെൻറ് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഗവൺമെൻറ് ഇപ്പോൾ പ്രൈം മിനിസ്റ്ററൊക്കെ എപ്പോഴും മൻ കി ബാത്ത് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഔട്ട്റീച്ച് പ്രോഗ്രാമുണ്ട്. നമുക്കിപ്പോൾ SMS വഴി എന്തെല്ലാം കാര്യങ്ങളാണ് ഗവൺമെൻറ് അറിയിക്കുന്നത്. അപ്പോൾ താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിലക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ, അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നെടുംതൂണാണ് ഈ പ്രവാസികൾ അവിടെ വലിയ ആശങ്കയിൽ നിൽക്കുമ്പോൾ അവരെ കൂടി വിശ്വാസതയിൽ എടുക്കേണ്ടേ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. തീർച്ചയായിട്ടും അവരെ വിശ്വാസത്തിൽ എടുക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ പ്രവാസികൾ ഇങ്ങോട്ട് അയക്കുന്ന പണവും. പറഞ്ഞോളൂ. ആര്യ, താങ്കൾ പറഞ്ഞത് കേട്ടില്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല, താങ്കൾ തുടർന്നോളൂ. അല്ല, അതെ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം യഥാർത്ഥത്തിൽ ഈ എനർജി സെക്യൂരിറ്റിയോടൊപ്പം അവിടെയുള്ള ഇന്ത്യൻ വംശജരുടെ സെക്യൂരിറ്റി കൂടിയാണ്. മറ്റ് രാജ്യങ്ങൾക്കൊന്നും ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടാവുന്നില്ല. ഉദാഹരണമായിട്ട് ചൈനയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചൈനീസ് വംശജരുടെ സാന്നിധ്യം ഗൾഫ് മേഖലയിൽ കുറവാണ്. അവർക്ക് അവിടുന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അത് അവർ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും എങ്ങനെയാണ്, നമുക്ക് ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് എണ്ണ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ LNGയുടെയും അതുപോലെ ലിക്വൈഡ് പെട്രോളിയം ഗ്യാസിൻ്റെയും പ്രകൃതിവാതകത്തിൻ്റെയും ക്രൂഡ് ഓയിലിൻ്റെയും ഒക്കെ ഇറക്കുമതിക്ക് നമുക്ക് ആവശ്യമായ ഇറക്കുമതി പല സോഴ്സസിൽ നിന്ന് ഒരുപക്ഷെ നമുക്ക് ഇറക്കുമതി ചെയ്യാൻ സാധിച്ചേക്കാം. പക്ഷേ ഈ ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യക്കാർ അവരുടെ ജീവൻ, അവരുടെ സുരക്ഷിതത്വം, അവരുടെ സമ്പത്ത്, അവരുടെ ജോലി എന്നിത്യാദി കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു അഡീഷണൽ ബേർഡനാണ്. അത് നമുക്ക് സംരക്ഷിച്ചേ മതിയാവുള്ളൂ. ഇവരെയൊന്നും ഒരു വലിയ യുദ്ധം മേഖല അവിടെ ഉരുത്തിരിഞ്ഞ് വന്നാൽ ഇവരെയെല്ലാം ഇവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. 1991 കുവൈറ്റ് യുദ്ധകാലത്ത് വളരെ മാതൃകാപരമായി നമ്മൾ അവിടെ നിന്ന് അവരെ ഇവാക്യുവേറ്റ് ചെയ്തതാണ്. അതിനുശേഷം ആ മേഖലയിലുണ്ടായിട്ടുള്ള പല സംഘർഷങ്ങളും നമ്മളത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇറാൻ്റെ അക്രമത്തിൻ്റെ കുന്തമുന ഏകദേശം എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ മേഖലയിൽ നിന്നൊക്കെയുള്ള ഇന്ത്യക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. മറ്റൊരു പ്രധാന പ്രശ്നം, ഈ യുദ്ധം വലിയ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല. എല്ലാ അർത്ഥത്തിലും ലെബനനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം ഇതിൻ്റെ തുടർച്ചയാണ്. ഹിസ്ബുള്ളയ്ക്കെതിരായിട്ടുള്ള ഇസ്രായേലിൻ്റെ നടപടി, ഹിസ്ബുള്ളയെ നമുക്ക് ഇറാൻ്റെ ഒരു പ്രോക്സി ആയിട്ട് മാത്രം കാണാൻ പറ്റില്ല. ഇറാനുമായിട്ട് ജൈവബന്ധം ആ പ്രസ്ഥാനത്തിലുണ്ട്. 1982 ഹിസ്ബുള്ളയ്ക്കുണ്ടത് എന്ന് വാസ്തവമാണ്. പക്ഷേ സദേൺ ലെബനിലെ അവർ ജീവിക്കുന്ന മണ്ണിലെ സവിശേഷമായ രാഷ്ട്രീയവും ഇസ്രായേലിലെ അധിനിവേശവുമായി ബന്ധമുണ്ട് ഹിസ്ബുള്ളയുടെ നിലനിൽപ്പിന്. അതുകൊണ്ട് ഇറാൻ്റെ ഒരു പ്രോക്സി ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന പാകിസ്ഥാൻ സ്പോൺസേഡായിട്ടുള്ള ടെററിസ്റ്റുകളെ പോലെ അല്ല. ഇത് തെക്കൻ ലെബനൻ്റെ എല്ലാ ഭാഗത്തും വേരുകളുള്ള ഒരു സംഘടിത രാഷ്ട്രീയ മതപ്രസ്ഥാനമാണ് ഹിസ്ബുള്ള. അതുകൊണ്ട് ഈ ഇറാനുമായിട്ടുള്ള സംഘർഷത്തിൽ ഹിസ്ബുള്ള ലെബനനിലുള്ള വെടിനിർത്തൽ കൂടി അനിവാര്യമാണ്. അത് വളരെ ലോജിക്കലായിട്ടുള്ള ഒരു ഡിമാൻഡാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇറാനുമായിട്ട് US സമാധാന ചർച്ച നടക്കുമ്പോൾ സമാന്തരമായിട്ട് തെക്കൻ ലെബനൻ മുഴുവനും കാർപ്പറ്റ് ബോംബ് ചെയ്ത് തകർക്കുന്ന ഒരു സമീപനമാണ് ഇസ്രായേൽ എടുത്തത്. അത് അവസാനിപ്പിക്കാൻ അതിനോടുള്ള പ്രതിരോധ നിലയിലേക്കാണ് ഇപ്പോൾ ഇറാൻ്റെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ സംഘർഷം പക്ഷേ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. കാരണം സമാധാന പ്രക്രിയയിലേക്ക് തന്നെ വരും എന്ന് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ലെബനൻ ഇസ്രായേൽ സംഘർഷത്തിന് 48 ഇസ്രായേൽ ഉണ്ടായത് മുതലുള്ള ചരിത്രമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഭാരം ഒരുപക്ഷെ ഇപ്പോഴത്തെ സംഘർഷത്തിലേക്ക് വരാനിടയില്ല. തൽക്കാലം ഇസ്രായേൽ അതിൻ്റെ സൈനിക നടപടികൾ തെക്കൻ ലെബനിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ഇസ്രായേലിന്റെ മേലെ വളരെ ശക്തമാണ്. ട്രംപ് പോലും ഇക്കാര്യം ശക്തമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. സമയം അവസാനിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ പി ജെ വിൻസെന്റ്, അവസാനമായി ഒരു മിനിറ്റ് ശ്രീ ആദികേശവൻ സാറിന് എന്തോ പറയാനുണ്ട്, അതോടുകൂടി അവസാനിപ്പിക്കാം. അതുകൊണ്ട് ക്ഷമിക്കണം ഇടപെട്ടതിന്. ആര്യ, താങ്ക് യു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മളിപ്പോൾ പൊതുവേ ഉള്ള ഒരു കാര്യം ചർച്ച ചെയ്തത് ഈ ഗവൺമെൻറ് കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇന്നതായിരിക്കും നമ്മുടെ പെട്രോൾ ഡീസലിൻ്റെ വിലക്കയറ്റം ഇന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഇത്ര വരെ പോകാമെന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഹിൻഡ് ശരിയാണ്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ
ആര്യ, പൊതുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം നമ്മൾ വലിയ ആഘാതം എക്സ്പെക്റ്റ് ചെയ്ത പ്രതീക്ഷിച്ച മേഖലകളിലടക്കമുള്ള സംഭവ വികാസങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലുള്ള കുറേ നടപടികൾ യൂണിയൻ ഗവൺമെൻറ് എടുക്കുകയുണ്ടായി. കേരളത്തിനടക്കം പ്രവർത്തിക്കുന്ന എത്രയോ യൂണിറ്റുകൾക്ക് അതിൻ്റെ മെച്ചം കിട്ടുകയും ചെയ്തു. ഒരു കാര്യം, ഇപ്പോൾ ഈ ട്രേഡിൻ്റെ ടാരിഫ്, ഈ യുദ്ധത്തിന് മുമ്പ് തന്നെ ടാരിഫിൻ്റെ പ്രശ്നം നമ്മൾ അഭിമുഖീകരിച്ചു. പക്ഷെ അതിനുശേഷം വളരെ പെട്ടെന്ന് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ്സ് കുറേ രാജ്യങ്ങളുമായി സർക്കാർ ഉറപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള എണ്ണ സപ്ലൈസിന് വേണ്ടി ഈ പറഞ്ഞ കാര്യം 2-3 സോഴ്സ് മാത്രം ആശ്രയിക്കാതെ 30-40 കൺട്രീസുമായിട്ടുള്ള കോൺടാക്റ്റ് നമ്മുടെ ഈ ഗവൺമെൻറ് വളർത്തിയെടുത്തു. അത് കാരണം പരിധി വരെ ഇതിന്റെ ഇഫക്റ്റ് മോഡറേറ്റ് സമയം അതിക്രമിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ക്ഷമിക്കണം, പ്രധാനമായിട്ടും ആര്യ സമയം അതിക്രമിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് ഡോക്ടർ പി ജെ വിൻസെന്റിനും ഡോക്ടർ ജോസഫ് ആന്റണിക്കും ശ്രീ ആദി യേശുവിനും വളരെയധികം നന്ദി. ചർച്ച കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.